ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ ന്യൂ ഇയറിന് പോയപ്പോൾ എടുത്ത വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും കണ്ടു നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്തവണത്തെ ന്യൂ ഇയർ സെലിബ്രേഷനും അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജിലെ ആ കാഴ്ചകളും ഒക്കെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകും. ന്യൂ ഇയറിൻ്റെ അന്നത്തെ തിരക്കാണ് ഗ്ലോബൽ വില്ലേജിൽ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ ഒരു വർഷവും കാണാത്തത്ര നല്ല അടിപൊളിയായിട്ടുള്ള തിരക്കാണ്. ആൾക്കാരൊക്കെ ഇവിടെ ഭയങ്കര ക്യാമ്പ് ചെയ്തേക്കാണ്. കാരണം ഇവിടെ 7 ഫയർ വർക്ക്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി 2 കഴിഞ്ഞു, ഇനിയുണ്ട് 5 കൂടെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെയാണ് ഇത്തവണ ഗ്ലോബൽ വില്ലേജസ്. ഇവിടെ ഞങ്ങൾ നേരത്തെയും വന്നിട്ടുണ്ട് ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ. അപ്പോൾ ആ ടൈമിലൊന്നും ഇത്രയും തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇതൊരുപാട് തിരക്കാണ്, ഭയങ്കര നമുക്കുണ്ടെങ്കിലും നമുക്കതത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ പല പല ഏരിയയിൽ നിന്നും കണ്ടുമൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാവുന്നേ ഉള്ളൂ. അല്ല തിക്കും തിരക്കും ഇല്ല. അത്രയും വാസ്റ്റായിട്ടുള്ള ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതത്ര ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ആ ഫോട്ടോ എടുക്കാനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഇടത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ അന്നേരം കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവരെ മാറ്റിയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ കാര്യമായി അവിടെ നമുക്ക് തിരക്ക് അത്രയും അനുഭവപ്പെടത്തില്ല. പക്ഷേ എന്നാലും എപ്പോഴത്തേക്കാളിലും ഒരുപാട് ആൾക്കാർ ഇത്തവണ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. ഓരോ രാജ്യത്തെയും ന്യൂ ഇയർ ആകുമ്പോൾ അവിടെ സെലിബ്രേഷൻ ഉണ്ടാവും, ഫയർ വർക്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അന്നേരം എല്ലാവരും അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള തിരക്കായിരിക്കും. പിന്നെ അവിടെ ഫുഡ് പല ഏരിയയിലുള്ള അല്ലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഫുഡുകൾ അവിടെ അവൈലബിൾ ആണ്. അതായത് എല്ലാ രാജ്യത്തെയും ഫുഡുകൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ളവരാണെങ്കിൽ, അങ്ങനെ പല രാജ്യത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ നമുക്കവിടെ ഈസി ആയിട്ട് പറ്റുന്നതാണ്. വലിയ എക്സ്പെൻസീവായിട്ടൊന്നുമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലേ ഉള്ളൂ. പിന്നെ ക്രിസ്മസ് ഡെക്കറേഷൻസ് അതിമനോഹരമായിട്ടാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. എല്ലാ തവണയും ഈ ഒരു ട്രീ ഉണ്ടാവും, ഇത്തവണയും അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റും കുറച്ച് കാര്യങ്ങൾ അവർ ഇത്തവണ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ട്രീയോട് അനുബന്ധിച്ച് കിടക്കുന്ന ആ ഒരു ഏരിയയിൽ കുറച്ച് ഹട്ട്സ് പോലൊക്കെയും അവർ സെറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ബാക്കി വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാമേ. Happy New Year! അപ്പോൾ ഫയർ വർക്ക്സ് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഫിയസ്റ്റ സ്ട്രീറ്റ് കണ്ടത്. ഫിയസ്റ്റ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇത്തവണ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. നേരത്തെയും ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് 2 സൈഡിലും പല പല രാജ്യത്തെ പല പല വെറൈറ്റി ഫുഡ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക്, കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പോയി കഴിക്കാം. പിന്നെ ആ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ അവരുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പല വെറൈറ്റീസ് ഉള്ള ഫുഡുകളും കാര്യങ്ങളും, ബർഗറും പിസ്സയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ചിക്കൻ കൊണ്ടുള്ളതും വെജ് കൊണ്ടുള്ളതും എല്ലാ തരത്തിലുള്ള ഫുഡ്സ് അവിടെ അവൈലബിൾ ആണ്. ഫുഡ് എക്സ്പ്ലോറേഴ്സ് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച ട്രീകളും ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച ട്രീകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നല്ല രസത്തിലാണ് ആ ഫിയസ്റ്റ സ്ട്രീറ്റ് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. 2-3 ആൾക്കാരുടെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് ശരിക്കും ഒരാൾ നിൽക്കുന്ന ഒരു ഫീലാണ്.
അവിടുത്തെ മെയിൻ സ്റ്റേജിൽ പരിപാടികൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ന്യൂ ഇയർ വരെ, അതുപോലെ തന്നെ 2 മണി വരെയാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ഉള്ളത്. അപ്പോൾ അത്രയും ടൈം അവിടെ പരിപാടികളുണ്ട്, ഡാൻസ്, പാട്ട്, അതുപോലെ തന്നെ DJ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോയിട്ടാണ് നമ്മുടെ UAയിലെ ഫയർവർക്സ് വരുന്നത്. UA ന്യൂ ഇയർ ആകുന്നത് 12 o'clock ആയി. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരെല്ലാവരും പോയി ഒന്ന് കാണണം. പിന്നെ നമ്മൾ ന്യൂ ഇയർ കഴിഞ്ഞ് നേരെ പോയത് തായ്ലൻഡിലെ പവലിയനിലോട്ടാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ബബിൾ ടീ കുടിച്ചിരുന്നു, മാച്ച ബബിൾ ടീ. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൊറിയൻ പവലിയൻ കയറി. അപ്പം മോൾക്ക് കൊറിയൻ പവലിയൻ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതെല്ലാം കൊറിയൻ സാധനങ്ങൾ, കൊറിയൻ ഡ്രസ്സസ്, കാര്യങ്ങൾ. ഇപ്പോൾ BTS ഒക്കെ ആണല്ലോ ട്രെൻഡ്. അപ്പോൾ അത് കാണാൻ വേണ്ടി കയറി. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. കാരണം ഓൾറെഡി അന്നേരം തന്നെ നമുക്കൊരു 2 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇറങ്ങി തുടങ്ങി. തിരക്കൊക്കെ ഇപ്പം കുറഞ്ഞു. കാണുമ്പോഴറിയാം തിരക്കൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പം. പിന്നെ ഒരു 2 മണി വരെയൊക്കെ അവിടെ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു, മ്യൂസിക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതും ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് എൻജോയ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ലൈറ്റ്സും കാര്യങ്ങളും DJ മ്യൂസിക്കും അതെല്ലാം കൂടെ ആകുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ വന്ന് പാട്ടൊക്കെ കേട്ടു. പക്ഷേ ആ പാട്ടൊന്നും നമുക്ക് ഇതിനകത്ത് മൊത്തമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടപ്പം ന്യൂ ഇയറൊക്കെ ആയി നമ്മൾ വളരെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ നല്ല നല്ല വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.